ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടാ മക്കളെ, ജന്മത്തിലല്ലോ ബന്ധം കർമ്മത്തിലല്ലേ? കർമ്മത്തിന്റെ അടിസ്ഥാനത്തില് എനിക്കൊരു മോനുണ്ട്. ഒരേ ഒരു മോൻ. ഇല്ലേടാ നീ? ഞാനേ മനുവിനെ വിളിച്ചൊന്ന് സംസാരിക്കാം. വേണ്ട, അത് ഇപ്പൊ ഒതുക്കി വെച്ചാലും നാളെ ഒരു സമയത്ത് ഇത് തന്നെയല്ലേ സംഭവിക്കുക. അവളെ കുഞ്ഞിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കട്ടെ, എന്നിട്ട് അവര് പിരിയട്ടെ. എപ്പോഴും അവൾ എന്നോട് ചോദിക്കും, നല്ലതൊന്നും എനിക്ക് അർഹതപ്പെട്ടിട്ടില്ലേ അമ്മയെന്ന്. സത്യമാണ്, നല്ലതൊന്നും കണ്ടിട്ടില്ല എന്റെ കുട്ടി. ഒന്നും വിധിച്ചിട്ടില്ല അവൾക്ക്. നമ്മളെല്ലാവരും അവളുടെ കൂടെ ഉണ്ടാവണം രഘുവേട്ട. എല്ലാം കഴിഞ്ഞ് അവള് ബാക്കിയുണ്ടാവാനെങ്കിലും നമ്മളത് ചെയ്തേ പറ്റൂ. എന്തൊരു വെയിലാണ്, കണ്ണിലെ കൃഷ്ണമണി ഇളകി പോയത്. അല്ല, രജിസ്ട്രേഷൻ കഴിഞ്ഞോ? അല്ല, ഈ രജിസ്ട്രേഷന് വേണ്ടിയാണല്ലോ ഞങ്ങൾ പോയത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോ രജിസ്ട്രേഷൻ ഓഫീസർ ഇല്ല. അമ്മാവ രജിസ്ട്രേഷൻ കഴിഞ്ഞു എന്നാ ഞാൻ ചോദിച്ചത്. രജിസ്ട്രേഷൻ കഴിഞ്ഞില്ല, പക്ഷെ അവള് പോയി. അതെങ്ങനെ? അതൊരു നീണ്ട കഥയാ. നിനക്ക് വേണമെങ്കിൽ ഞാൻ അത് ചുരുക്കി പറയാം. ഈ ഒരു ചരട് കണ്ട, ഈ ചരടില് ബന്ധങ്ങൾ വേർപ്പെടുത്തിയ നീ ഞാൻ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. പടി വെച്ച് പിണ്ടം വെച്ചൊരു തുല്യ. നീ അങ്ങോട്ട്, ഞാൻ ദേ ഇങ്ങോട്ട്. ഞാനും ഹരിയും താമസിക്കുന്ന വീടിന്റെ പടിയില് നീ കാലുകുത്താൻ പാടില്ല. കുത്തിയാലുണ്ടല്ലോ ആ കാല് ഞാൻ വിട്ടു. മനസ്സിലായോടെ? അതാ ഉള്ളതെല്ലാം എഴുതി കൊടുക്കാന്ന് പറഞ്ഞപ്പോ സ്വന്തം കുഞ്ഞിനെ പോലും മറന്ന അമ്മയാണ് അവള്. അവളോട് ഇതിൽ കൂടുതൽ നന്നായിട്ട് ഞാൻ എങ്ങനെയാടാ പെരുമാറേണ്ടത്? നീ എന്താ കരുതിയേ? അവളെ ഇവിടെ ഇറക്കി വിടാൻ വേണ്ടിട്ട് ഇത്രയും കാലം നീ അധ്വാനിച്ച് എന്റെ പേര് കിടക്കുന്നത് ഒരു നിമിഷം കൊണ്ട് അവളുടെ പേര് കൊടുക്കണമെന്നോ ആണോടാ? ഒരു ചില്ലിക്കാശ് പോലും ഞാൻ അവക്ക് കൊടുക്കുകയല്ല. തെരുവിൽ എവിടെയെങ്കിലും അവൾ ചത്ത് കിടക്കുന്നു പറഞ്ഞാൽ പോലും വലിച്ചു കുഴിച്ചുമൂടാനുള്ള കാശ് പോലും രാമകൃഷ്ണന്റെ കയ്യിൽ നിന്ന് പോകുകയല്ല. അല്ല, അവളെ ഇതുകൊണ്ട് തോൽപ്പിക്കാൻ പറ്റുമെന്ന് അമ്മാവന് തോന്നുന്നുണ്ടോ? അവളിപ്പോ നിയമത്തിന്റെ വഴിയിൽ അങ്ങോട്ട് നീങ്ങുകയാണെങ്കിൽ അങ്ങോട്ട് നീങ്ങട്ടടാ. ഒരു കേസ് പറഞ്ഞു തീരുമ്പോ കാലങ്ങൾ എത്രയാന്നുള്ള കൃത്യമായ കണക്കൂട്ടല് എനിക്കുണ്ട്. അത് ഞാൻ അപ്പൊ നോക്കിക്കോളാം. അവളെനിക്ക് പറഞ്ഞ മകളാ. പക്ഷേ നിന്റെ പേരിൽ പോലീസ് കംപ്ലൈന്റ് കൊടുത്ത് പോലീസുകാർ ഇവിടെ എത്തിയ നിമിഷം ഉണ്ടല്ലോ, ആ നിമിഷം അവളുടെ വിധി ഞാൻ തീരുമാനിച്ചതാ. നിന്നെ ദ്രോഹിക്കുന്ന ഒരാളോടും ഈ അമ്മാവൻ പൊറുക്കില്ലടാ. എടാ മക്കളെ, ജന്മത്തിലല്ലോ ബന്ധം കർമ്മത്തിലല്ലേ? കർമ്മത്തിന്റെ അടിസ്ഥാനത്തില് എനിക്കൊരു മോനുണ്ട്. ഒരേ ഒരു മോൻ. ഇല്ലേടാ നീ?
സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന നിന്റെ കൂടെ എനിക്ക് കുറച്ച് നാളങ്ങ് ജീവിക്കണം. എന്നിട്ട് അവൻ അങ്ങ് പോയിക്കോളാം മനസമാധാനത്തോടെ. എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞിട്ട് ഉടനെ തുടങ്ങും ഈ മരണത്തിന്റെ കണക്ക് പറച്ചില്. ഹാ എടാ അതങ്ങനെയല്ല. ആ അങ്ങനെയൊന്നും അല്ല. ഓ എടാ ഇതിപ്പോ അവളുടെ മുന്നിൽ വെച്ചാണ് ഞാൻ മരണത്തെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിലേ അവള് മരിക്കാനുള്ള മാർഗം എനിക്ക് പറഞ്ഞു തന്നെ തന്നെ. പക്ഷെ നീ ചെയ്യുന്നത് കണ്ടോ? ആ വാക്ക് പോലും എന്നെ കൊണ്ട് നീ പറയാൻ സമ്മതിക്കുന്നില്ല. എടാ അതല്ലേ ആത്മബന്ധം എന്ന് പറയുന്നേ. ഇനിയിപ്പോ ഈ വീടൊന്ന് അടിച്ച് ശുദ്ധികലശം ചെയ്യണം. സുജാതയോടും നിത്യോടൊക്കെ പോയി പറയണം. ഒരു ബാധ കിടന്ന വീടല്ലേ. അമ്മാവന് ഒട്ടും വിഷമമില്ലേ? പിന്നെ ഭയങ്കര വിഷമമല്ലേ. പക്ഷേ ആ വിഷമമേ അവളെ കുറിച്ച് ഓർത്തല്ല, അവളുടെ അമ്മയെ കുറിച്ച് ഓർത്തിട്ടാ. പാവം ജീവിച്ചിരുന്നപ്പോ ഞാൻ അവളോടൊരു വാക്ക് പറഞ്ഞിരുന്നു. അവളുടെ മോളെ ഞാൻ വിഷമിപ്പിക്കില്ല. അതൊക്കെ പോട്ടെ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? തകർന്നൊരു മനസ്സുമായിട്ടായിരിക്കും എന്റെ മോൾ ഇങ്ങോട്ട് തിരിച്ചു വരിക. വായിച്ചു കൂട്ടിയതൊക്കെ അവള് വിശ്വസിച്ചു. അവള് ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. താലി കെട്ടിയ പുരുഷൻ താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് കൺമുമ്പിൽ നിന്ന് പറയുമ്പോ ഒരു പെണ്ണ് ചെയ്യുന്നതെന്തോ അതേ അവളും ചെയ്തുള്ളൂ. ഇപ്പോ ആദ്യ കാര്യം, എന്റെ മോളുടെ 2 ചിറകും അറ്റുപോവാ. എനിക്ക് ആയുസ്സുള്ള കാലം വരെ ഞാൻ അവളുടെ കൂടെ ഉണ്ടാവും. എന്നെ കൊണ്ടാവും വിധം ഞാൻ അവളെ ആശ്വസിപ്പിക്കും. പക്ഷെ അതിനൊക്കെ അപ്പുറത്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം. ഹരിക്കൊരു കാര്യം അറിയോ? ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിനിടയിലും ഹരി ഒരു കവിത എഴുതിയില്ലേ? മധുര നൊമ്പരക്കാറ്റ്